എല്ലാ വിദ്യാർത്ഥിനികൾക്കും പുതിയ സ്വാഗതം. +1 പബ്ലിക് എക്സാം 2025 നാളത്തതും അവസാനത്തതുമായ പരീക്ഷയാണ് ഇംഗ്ലീഷ്. A+ ലഭിക്കാൻ എത്ര മാർക്ക് വേണം? പാസ്സാവാൻ എത്ര മാർക്ക് വേണം? വിദ്യാർത്ഥികളുടെ പരീക്ഷ എഴുതാൻ പോകും മുമ്പ് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് പോകും മുമ്പായിട്ട് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകളുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട്, തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് തന്നെ വളരെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. +1 പബ്ലിക് എക്സാം 2025 നാളത്തെ എക്സാം എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്. വിദ്യാർത്ഥികൾ ഏറ്റവും ആദ്യം ഓർക്കേണ്ടത് നിങ്ങളുടെ കഴിഞ്ഞ എല്ലാ പരീക്ഷകളും ഉച്ചയ്ക്ക് ശേഷമായിരുന്നു. എന്നാൽ ഈ പരീക്ഷ രാവിലെയാണ്. രാവിലെ 9:30 മുതൽ പരീക്ഷ ആരംഭിക്കുമെന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക. അതുകൊണ്ട് തന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് വൈകുന്നേരമാണെന്ന് എഴുതിയിരിക്കാതെ വിദ്യാർത്ഥികൾ ടൈം ടേബിൾ നോക്കി കൃത്യമായ രീതിയിൽ 9:30ക്കാണ് പരീക്ഷയെങ്കിൽ ഒരു 9:15 കൂടിയൊക്കെ തന്നെ പരീക്ഷ ഹാളിൽ എത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക. A+ ലഭിക്കാൻ എത്ര മാർക്ക് വേണം? A+ ലഭിക്കാൻ നിങ്ങൾക്ക് ഏതാണ്ട് 80 മാർക്കിൻ്റെ എക്സാമാണ് നിങ്ങൾക്ക് നടക്കുന്നത്. ഒരു 72 അതിന് മേലേക്കോ, ഈ 80 മാർക്കിൻ്റെ എക്സാമിൽ 72 അതിന് മേലേക്കോ ലഭിച്ചാൽ A+ ലഭിക്കും. 80 മാർക്കിൻ്റെ എക്സാമിൽ 72 അതിന് മേലേക്കോ, 80 മാർക്കിൻ്റെ എക്സാമിൽ 72 അതിന് മേലേക്കോ ലഭിച്ചാൽ ഒരു വിദ്യാർത്ഥിനിക്ക് A+ സ്കോർ ചെയ്യാൻ സാധിക്കും. പാസ്സാവാൻ എത്ര മാർക്ക് വേണം? 80 മാർക്കിൻ്റെ എക്സാമിൽ 24 മാർക്ക് ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിനി എഴുതിയെടുക്കുന്ന പക്ഷം മാത്രമാണ് വിദ്യാർത്ഥിക്ക് ഉപരിപഠനത്തിന് യോഗ്യത നേടുക. 80 മാർക്കിൻ്റെ എക്സാമിൽ 24 മാർക്ക്. 80 മാർക്കിൻ്റെ എക്സാമിൽ 24 മാർക്ക്. ഒന്നുകൂടെ പറയാം, 80 മാർക്കിൻ്റെ എക്സാമിൽ 24 മാർക്ക് സ്കോർ ചെയ്യുന്ന പക്ഷം മാത്രമാണ് ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനി ഉപരിപഠനത്തിന് യോഗ്യത നേടുക. 80 മാർക്കിൻ്റെ എക്സാമിൽ 24 മാർക്ക് വിദ്യാർത്ഥികൾ എഴുതി തന്നെ വാങ്ങണം. 80 മാർക്കിൻ്റെ എക്സാമിൽ ഒരു വിദ്യാർത്ഥി 24 മാർക്ക് എഴുതി തന്നെ വാങ്ങണം. അപ്പോൾ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇംഗ്ലീഷ് എന്ന വിഷയം, ഞാനിപ്പോൾ +2 പഠിച്ച സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഹ്യൂമാനിറ്റീസാണ്. അപ്പം ഹ്യൂമാനിറ്റീസുകാരുടെ കുറച്ച് അനുഭവങ്ങൾ എനിക്കറിയുള്ളൂ, ഞാനത് പറയാം. പൊതുവേ ഹ്യൂമാനിറ്റീസുകാർക്കൊരു ടഫുള്ള വിഷയമാണ് ഹ്യൂമാനിറ്റീസ്. ഏതെങ്കിലും സ്റ്റുഡൻസ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്നതിൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലാവും. ഹ്യൂമാനിറ്റീസുകാർക്ക് പൊതുവേ ടഫുള്ള വിഷയവും ഏറ്റവും കൂടുതൽ പേർ തോൽക്കുന്നതുമായ ഒരു വിഷയം തന്നെയാണ് ഇംഗ്ലീഷ് എന്ന വിഷയം ഹ്യൂമാനിറ്റീസുകാരിൽ. അതെനിക്ക് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. അതായത് ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന കുട്ടികൾക്ക് ഇംഗ്ലീഷ് പൊതുവേ ഇംഗ്ലീഷ് ആൻഡ് എക്കണോമിക്സ് ആണ് പൊതുവേ ഏറ്റവും കൂടുതൽ ടഫുള്ളത്. അതുപോലെ ഇംഗ്ലീഷ് ആൻഡ് എക്കണോമിക്സ് ആണ് ഏറ്റവും കൂടുതൽ ടഫുള്ളത്. അതിലാണ് കൂടുതൽ വിദ്യാർത്ഥികൾ തോൽക്കുന്നത്. പിന്നീട് സപ്ലിയൊക്കെ എഴുതി മെല്ലെ എടുക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ ഏറ്റവും ടഫായിട്ട് തോന്നിയൊരു വിഷയം എന്ന നിലയിൽ എക്കണോമിക്സ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ടഫുള്ള വിഷയം എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്. കാരണം ഇംഗ്ലീഷിൽ 24 മാർക്ക് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നുള്ളത് ഭയങ്കര വിദ്യാർത്ഥികൾക്ക് ഒരു പ്രശ്നമാണ്, പ്രത്യേകിച്ച് ഹ്യൂമാനിറ്റീസ് ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക്. അപ്പോൾ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത്, ആ പരീക്ഷയ്ക്ക് നിങ്ങൾ കൂടുതൽ ടൈം എടുത്ത് പഠിക്കുക, കൂടുതൽ ടൈം ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയുന്നത്, ഞാനൊക്കെ +1 പഠിക്കുമ്പോൾ സ്ഥിരം വരുന്ന ചോദ്യമായിരുന്നു 8 മാർക്കിൻ്റെ അപ്രിസിയേഷൻ. ഒരു പോയം തരും, ഏത് പോയെന്ന് പറയും. ചിലപ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ പോയമായിരിക്കാം, ചിലപ്പോൾ പുറത്തുനിന്നുള്ള പോയം തരും, എന്നിട്ട് പറയും അതിൻ്റെ അപ്രിസിയേഷൻ എഴുതാൻ പറയും. അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് കാര്യം പറയുന്നത്, ഈ അപ്രിസിയേഷൻ പോലുള്ള കാര്യങ്ങൾ, ക്യാരക്ടർ സ്കെച്ച് പോലുള്ള ഈ മെയിൻ ക്യാരക്ടേഴ്സിൻ്റെ, ഇപ്പം ഓരോ പാഠത്തിലും മെയിൻ ക്യാരക്ടേഴ്സൊക്കെ കാണില്ല, അവരുടെയൊക്കെ ക്യാരക്ടർ സ്കെച്ച് ഒന്ന് പഠിച്ചിട്ട് പോകാൻ ശ്രദ്ധിക്കുക. കാരണം 4 മാർക്കിൻ്റെയും 5 മാർക്കിൻ്റെയൊക്കെ ഏരിയയിലാണ് കൂടുതലായി ക്യാരക്ടർ സ്കെച്ചൊക്കെ മിനിമം 4 മാർക്കിൻ്റെയൊക്കെ ഏരിയയിലാണ് വരാറുള്ളത്. അതുകൊണ്ട് തന്നെ കൃത്യമായത് പഠിച്ചിട്ട് പോവുക, മെയിൻ ആൾക്കാരുടെയൊക്കെ ക്യാരക്ടർ സ്കെച്ച്. പിന്നെ ഞാൻ ഈ പറഞ്ഞ അപ്രിസിയേഷൻ, ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഷുവർ ക്വസ്റ്റ്യൻ ആയിരുന്നു. സ്ഥിരമായിട്ട് ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും, ഇംഗ്ലീഷിൻ്റെ ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും അതിൽ 8 മാർക്കിൻ്റെ സെക്ഷനിലുള്ളൊരു ചോദ്യമാണ് 8 മാർക്കിൻ്റെ അപ്രിസിയേഷൻ എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുള്ള പാഠമായിരിക്കും അപ്രിസിയേഷൻ പൊതുവെ പോയത്തിലാണ് വരിക.
ടെക്സ്റ്റ് ബുക്കിലുള്ള ഏതെങ്കിലും ഒരു പോയം ആയിരിക്കാം. അല്ലെങ്കിൽ ഞാനൊക്കെ +1 പരീക്ഷ എഴുതുമ്പോൾ വന്നത് പുറത്തുനിന്നുള്ളൊരു പോയമാണ്. ആ ഒരു 10ഓ 15ഓ വരിയുള്ളൊരു പോയമായിരിക്കും. ആ പോയം വായിച്ചിട്ട് അതിൻ്റെ അപ്രിസിയേഷൻ തയ്യാറാക്കാനായിരിക്കും പറഞ്ഞത്. അപ്പം നിങ്ങൾ അപ്രിസിയേഷൻ ഇപ്പം ചില വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിൽ പഠിക്കുന്നൊക്കെ വിദ്യാർത്ഥികൾ ആ പോയം വായിച്ച് അതിൻ്റെ അപ്രിസിയേഷൻ തയ്യാറാകും. ഇനിയിപ്പോൾ പഠനത്തിൽ കുറച്ച് പിന്നോട്ടൊക്കെ നിൽക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ഏത് അപ്രിസിയേഷൻ ചോദിച്ചാലും, ഏത് പാഠത്തിൽ നിന്നുള്ളൊരു അപ്രിസിയേഷൻ ചോദിച്ചാലും സ്ഥിരമായി എഴുതാൻ പറ്റിയ കോമൺ ആയിട്ടുള്ള കുറേ പോയിന്റുകളൊക്കെ പഠിച്ചിട്ട് പോവുക. ദ പോയം ഇസ് റിട്ടേൺ ബൈ ഇന്നയാൾ, ആ പോയം എന്താണ്, ദ പോയം ഇസ് റിട്ടേൺ ബൈ അത് എഴുതിയ ആളുടെ പേര്, അങ്ങനെയെല്ലാം ചേർത്ത് ഇപ്പം ഇതൊക്കെ നമുക്ക് ദ പോയം ഇസ് റിട്ടേൺ ബൈ എന്നുള്ള പോയിന്റ് നമ്മൾ ഉപയോഗിക്കുകയാണ്. നമുക്ക് ഏതൊരു പോയത്തിലും ഉപയോഗിക്കാം. നമുക്ക് ഏതൊരു മലയാളം ഓർ ഇംഗ്ലീഷ് പോയം വന്നാലും ദ പോയം ഇസ് റിട്ടേൺ ബൈ ഇൻ ദിസ് പേഴ്സൺ എന്ന് പറഞ്ഞ് നമുക്കിപ്പം ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇപ്പം ഞാൻ ഉദാഹരണം പറയുന്നത്, ദ എനി വുമൺ ഇസ് ദ പോയം റിട്ടൺ ബൈ കാതറിൻ ടിനാൻ. ദ എനി വുമൺ ഇസ് ദ പോയം റിട്ടൺ ബൈ കാതറിൻ ടിനാൻ. ഒന്നുകൂടെ പറയാം, ദ എനി വുമൺ ഇസ് ദ പോയം റിട്ടൺ ബൈ കാതറിൻ ടിനാൻ എന്നിങ്ങനെ നമുക്ക് ആ പോയത്തിൻ്റെ പേരും അത് എഴുതിയ ഓതറിൻ്റെ പേരും മാത്രമേ നമുക്ക് പോയം മാറുമ്പോൾ മാറ്റേണ്ടതുള്ളൂ. ഇങ്ങനെയുള്ള കുറേ പോയിന്റുകളൊക്കെ വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, പോയിന്റുകളൊക്കെ, അതായത് ഏതൊരു പോയത്തെക്കുറിച്ചുള്ള അപ്രിസിയേഷൻ ചോദിച്ചാലും വിദ്യാർത്ഥികൾക്ക് കോമൺ ആയിട്ട് എഴുതാൻ പറ്റിയ കുറേ സെൻറ്റൻസുകൾ കാണും. ഞാനിപ്പോൾ ഉദാഹരണം പറഞ്ഞ പോലെ അതുപോലുള്ള കോമൺ ആയിട്ട് എഴുതാൻ പറ്റിയ കുറച്ച് സെൻറ്റൻസ് ഒക്കെ പഠിച്ചിട്ട് പോകുന്നത് നല്ലതായിരിക്കും. 8 മാർക്ക് കിട്ടിയില്ലെങ്കിലും മിനിമം ഒരു 2 മാർക്കോ 3 മാർക്കോ കിട്ടും. പൊതുവെയൊക്കെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, 8 മാർക്കിൻ്റെയൊക്കെ ചോദ്യം കാണുമ്പോൾ അറിയത്തില്ലെന്ന് പറഞ്ഞ് വിടുന്ന വിദ്യാർത്ഥികളാണ് കൂടുതൽ. അയ്യോ, ആ ചോദ്യത്തിന് ഉത്തരം എനിക്ക് അറിയത്തില്ല, അപ്പോൾ ഞാൻ അത് തൊടാതെ പോലും നിൽക്കും. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ആ 8 മാർക്കിൻ്റെ ചോദ്യം തൊട്ടില്ലെങ്കിൽ 1 മാർക്ക് പോലും നിങ്ങൾക്ക് കിട്ടില്ല. 8 മാർക്ക് അതേപടി പോകും. പക്ഷെ അതേസമയം ഈ കോമൺ ആയിട്ട് എഴുതാൻ പറ്റുന്ന കുറച്ച് സെൻറ്റൻസുകൾ നിങ്ങൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ മിനിമം ഒരു 2 മാർക്കോ 3 മാർക്കോ കിട്ടും. സംശയമുണ്ടെങ്കിൽ നിങ്ങൾ പരീക്ഷിച്ച് നോക്കിക്കൊള്ളുക. അടുത്ത വർഷം +2 ആണ്, അവിടെയും നിങ്ങൾക്ക് ഇതേപോലെയുള്ള മാർഗ്ഗങ്ങളൊക്കെ പരീക്ഷിക്കുകയും ചെയ്യാം. ഞാൻ ഒരു കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ, 8 മാർക്കിൻ്റെ സെക്ഷനിലെ ചോദ്യം നിങ്ങൾ അറ്റൻഡ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ, അറ്റൻഡ് ചെയ്യാത്ത പക്ഷം നിങ്ങൾക്ക് എത്രയാണ്, 8 മാർക്ക് അതേപടി നഷ്ടമാകും. ഇപ്പോൾ 8 മാർക്കിൻ്റെ സെക്ഷനിൽ നിങ്ങൾക്ക് 3 ചോദ്യമാണ് വരുന്നത്. 3 ചോദ്യം നിങ്ങൾക്ക് 8 മാർക്കിൻ്റെ സെക്ഷനിൽ കാണും. അതിൽ 2 എണ്ണത്തിനായിരിക്കും നിങ്ങൾ ഉത്തരം എഴുതേണ്ടത്. ഒരെണ്ണം നിങ്ങൾക്ക് ഓപ്ഷനബിൾ ആണ്. അതിൽ ആ 2 എണ്ണത്തിന് നിങ്ങൾ ഉത്തരം കണ്ടെത്തി തന്നെ നിങ്ങൾക്ക് മിനിമം 16 മാർക്ക് ലഭിച്ചു. ഇപ്പം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ആ 2 ചോദ്യം നിങ്ങൾ വിട്ടു, 8 മാർക്കിൻ്റെ 2 ചോദ്യം തന്നെ നിങ്ങൾക്ക് വിട്ട് കഴിഞ്ഞാൽ 16 മാർക്ക് കൺമുമ്പിക്കൂടെ തന്നെ നിങ്ങളുടെ മുമ്പിക്കൂടെ പോകും. 16 മാർക്ക് കൺമുമ്പിക്കൂടെ തന്നെ നിങ്ങൾക്ക് നഷ്ടമാകും. കാരണം 8 മാർക്കിൻ്റെ 3 ക്വസ്റ്റ്യൻ ഉണ്ടാകും. അതിൽ 2 എണ്ണത്തിന് ഉത്തരം എഴുതണം, ഒരെണ്ണം ഓപ്ഷനബിൾ ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ ആദ്യം പറഞ്ഞ 8 മാർക്കിൻ്റെ ചോദ്യം വിടാതിരിക്കുന്നതിനും പകരം കോമൺ ആയിട്ടുള്ള കുറച്ച് സെൻറ്റൻസ് അറിയാമെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് 8 മാർക്കിൻ്റെ ചോദ്യം ഒന്നും അറിയത്തില്ല, ആ പോയം ഞാൻ കണ്ടിട്ടില്ല, ആ പോയം ഞാൻ കേട്ടിട്ടില്ല, ആ പോയത്തെക്കുറിച്ച് ഞാൻ പഠിച്ചിട്ടില്ല, എന്നാൽ പോലും നിങ്ങൾക്ക് കോമൺ ആയിട്ടുള്ള കുറച്ച് സെൻറ്റൻസുകൾ അപ്രിസിയേഷനിൽ ആഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു മിനിമം ഒരു 2 to 3 മാർക്കൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. 2 to 3 മാർക്കൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. 1 മാർക്ക് പോലും കിട്ടാതെ, ഇപ്പോൾ നിങ്ങൾക്ക് അപ്രിസിയേഷൻ അറിയാത്തതിൻ്റെ പേരിൽ ആ ചോദ്യം എന്ത് സംഭവിക്കും, 1 മാർക്ക് പോലും കിട്ടില്ല. പക്ഷെ അതേസമയം ഒരു 3ഓ 4ഓ പോയിൻ്റൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ 2 മാർക്കോ 3 മാർക്കോ കിട്ടും. അറ്റ്ലീസ്റ്റ് എന്താണ്, നിങ്ങളൊരു മിനിമം ഒരു 4-5 പോയിൻ്റൊക്കെ ഉണ്ടെങ്കിൽ മിനിമം ഒരു 2 മാർക്ക് ഇടാതെ അവിടുന്ന് പോകൂല. കാരണം നിങ്ങളൊരു 4-5 പോയിൻറ്റ്സൊക്കെ മിനിമം എഴുതിയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് 2 മാർക്ക് ഇടാതെ പോകാൻ അധ്യാപകർക്ക് പറ്റൂല. കാരണം അവർ നോക്കുമ്പോൾ എന്താണ്, ഈ പോയത്തെക്കുറിച്ചുള്ള അല്ലെങ്കിലും ഉത്തരം വരും, ആ പോയത്തിൽ എഴുതാൻ സാധിക്കുന്ന ഉത്തരമാണത്, കോമൺ ആയിട്ട് എഴുതാൻ പറ്റുന്ന ഉത്തരമാണ്, മിനിമം 2 മാർക്ക് ഇട്ടിട്ടേ അവിടുന്ന് പോകുകയുള്ളൂ. അപ്പോൾ എന്നിങ്ങനെയുള്ള കുറച്ച് ട്രിക്കുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ പരീക്ഷ ഉപയോഗിക്കുക. കാരണം ഇംഗ്ലീഷ് എക്സാമാണ്. ഇംഗ്ലീഷ് എക്സാം പൊതുവേ ഹ്യൂമാനിറ്റീസൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ടഫാണ്. സയൻസ് കൊമേഴ്സ് ഞാൻ പഠിച്ചിട്ടില്ലാത്തത് കൊണ്ട് സയൻസ് കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക് ഹ്യൂമാനിറ്റീസ് അല്ല, ഇംഗ്ലീഷ് എത്രത്തോളം ടഫായിരിക്കും എന്നുള്ളത് എനിക്ക് വ്യക്തമല്ല. എന്നാൽ പോലും നല്ല രീതിയിൽ പഠിക്കുക, നല്ല രീതിയിൽ മുന്നേറുക. നാളെ 9:30-ക്കാണ് എക്സാം. ഈ പരീക്ഷകളെല്ലാം വൈകുന്നേരമായിരുന്നു. അതുകൊണ്ട് തന്നെ നാളത്തെ എക്സാം രാവിലെ ആണെന്നുള്ളത് മറക്കാതിരിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മൈ നെയിം ഇസ് കറിയ, ദ ഫൗണ്ടർ ഓഫ് Scaria for the career guidance. Thanks for watching. Bye.